നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ ഓഫീസ് പാണഞ്ചേരി പഞ്ചായത്ത് പ്രതിനിധികൾ ഉപരോധിച്ചു. ഈ മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത് തടയാനായിട്ട് പാതയോരങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കണം. അത് നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറകൾ സ്ഥാപിക്കണമെന്നും മയിൽക്കുറ്റികൾ സ്ഥാപിക്കണമെന്നും അതോടൊപ്പം തന്നെ സംരക്ഷണ ഭിത്തി എവിടെയെങ്കിലും കെട്ടണമെന്നുണ്ടെങ്കിൽ മാലിന്യം തള്ളുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടിയാൽ മാലിന്യം വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് തള്ളാനായിട്ട് കഴിയില്ല. ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പഞ്ചായത്തിൽ നിന്ന് രേഖാമൂലം കത്തുകൾ അയക്കുകയുണ്ടായി. പക്ഷേ അതിന് അവർ യാതൊരു മറുപടിയും തരാതെ വീണ്ടും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ഹൈവേയുടെ ഇരുപുറങ്ങളിലുമായി തള്ളുന്ന ഇത് ഒരു സാധാരണ കാഴ്ചയായിരിക്കുകയാണ്. പഞ്ചായത്ത് ഒട്ടേറെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ആ പാതയുടെ ഇരു വശങ്ങളും മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയത്. അത് വീണ്ടും ഇങ്ങനെ മാലിന്യ കൂമ്പാരമായി മാറ്റുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ പലതവണ പറഞ്ഞിട്ടും അവർ യാതൊരു മറുപടിയും തരാത്ത നിലയ്ക്ക് ഇന്ന് പാലക്കാട് സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഹെഡ് ഓഫീസിലേക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 12 കിലോമീറ്റർ ഹൈവേ കടന്നു പോകുന്നത് പാണഞ്ചേരി പഞ്ചായത്തിലൂടെയാണ്. കുതിരാനിലെ തുരങ്കത്തിന്റെ പരിസരത്ത് ഹൈവേയിൽ ക്യാമറ സ്ഥാപിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുക, തുരങ്കത്തിനുള്ളിൽ വാഹനങ്ങളുടെ നമ്പർ കാണാവുന്ന രീതിയിൽ ക്യാമറ സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളായിരുന്നു പഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. ഹൈവേ അതോറിറ്റി ഡയറക്ടറുടെ ഓഫീസിൽ പ്രതിനിധികളെത്തിയതും പ്രൊജക്ട് ഡയറക്ടർ സെക്യൂരിറ്റി ജീവനക്കാരനെ വിട്ട് എല്ലാവരെയും കാണാൻ വിസമ്മതിച്ചപ്പോൾ മെമ്പർമാർ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചു. ഞങ്ങളെല്ലാരും ജനപ്രതിനിധികളാണ്. പഞ്ചായത്ത് പൈസ ജീവനക്കാരന്റെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഡയറക്ടറെ കാണാൻ അനുവദിക്കുകയായിരുന്നു. ഫൈൻ ഇമ്പോസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓഫീസിൽ. 2 ദിവസം എനിക്കറിയാം. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നിയമപ്രകാരം എന്നുവെച്ചാണ് ഞങ്ങളിപ്പോൾ അവിടെ കൊണ്ട് കുറച്ച് ഒരു അംഗൻവാടി മുറി പണിത എന്നുവെച്ചാൽ സമ്മതിക്കില്ല, നമ്മളൊരു പോസ്റ്റ് വെച്ചാൽ സമ്മതിക്കില്ല. എന്നുവെച്ചയുടെ കസ്റ്റഡിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ മാലിന്യം ഒരു തവണ മാലിന്യം തള്ളി വണ്ടി ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതിൻ്റെ നമ്പർ കിഴക്കേ തൃശ്ശൂർ ഭാഗത്തുനിന്ന് ടണലിൽ കൂടെ വന്ന് യു-ടേൺ എടുത്ത് തിരിച്ച് വന്ന് തൃശ്ശൂർ ഡയറക്ഷനിലേക്ക് എത്തിയിട്ടാണ് തള്ളിയിട്ടുള്ളത്. ആ വണ്ടിയുടെ നമ്പർ പോലും അവിടെ ടണലിൽ വെച്ചുള്ള ക്യാമറയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ ലൈറ്റുകൾ, ക്യാമറ, ഈ മാലിന്യം തള്ളുന്നത്, ഇത് കൂടാതെ നമ്മള് ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ ഈ അടുത്ത സമയത്ത് വരെ നമ്മൾ പാലക്കാട് വെച്ച് ഡിസ്കസ് ചെയ്താണ് കളക്ടറേറ്റ് യോഗത്തിൽ പഞ്ചായത്തിലുള്ളവർക്ക് ഇപ്പോഴും ആ ടോളിൻ്റെ കാര്യത്തിന് ഒരു പരിഗണന വന്നില്ല. ഇപ്പം നിശ്ചയിച്ചതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ടണൽ വരെയുള്ളൂ. എന്താണോ നിയമപ്രകാരമുള്ളത് മുന്നോട്ട് പോകാന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പാലിയേക്കരെ പോലെ ഞങ്ങളുടെ മേലെ ക്ലെയിം വരും. അവസാനം ഇവിടെ MP MLA എല്ലാം കൂടിയിട്ട് അവർ അൺഒഫീഷ്യലി നടത്തുന്ന പരിപാടിയാണ്. അത് നമ്മളുമായിട്ട് ഞങ്ങളതിനകത്ത് പോകാറ് പോലും ഇല്ല. അറിയില്ല സാർ, നമ്മളതിനകത്ത് ഇൻവോൾവ് അല്ല. എന്നെ കളക്ടർ വിളിച്ചാൽ മാത്രം ഞാൻ പോകുന്നല്ലാതെ വെറുതെ ഇരിക്കുന്നല്ലാതെ. കാരണം നമുക്കൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലോ സാർ. ഞങ്ങൾ എന്താ സംസാരിക്കുക? ഞങ്ങൾ ഞാൻ ആ വീഡിയോ കണ്ടു. ആ റോഡ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ നിങ്ങളുടെ സ്കോപ്പിലുള്ള റോഡല്ല. അപ്പൊ ഈ ആൾക്കാരവിടെ വണ്ടി ഇടിച്ചു ആ റോഡ് PW റോഡാണോ എന്ത് റോഡാണോ? അത് നിങ്ങളുടെ കസ്റ്റഡിയിലുള്ളതാണ്. നിങ്ങൾ അതിന്റെ ഒരു പരിപാടി വന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ സ്ഥലം കണ്ടു. ഞാൻ ഒന്ന് കാണുമ്പോ എന്നെ വിളിക്കാൻ പറഞ്ഞു.
ഞങ്ങൾക്ക് നിങ്ങളെ മറ്റേ വണ്ടിയിൽ വന്നു സ്ഥലം കണ്ടുപോയി ഞങ്ങളോടൊന്ന് ആലോചിക്കും വരുമ്പോ ഒന്ന് പറയുകയും ചെയ്യണ്ടേ. ഇവര് ചെയ്ത വേറെ കാര്യം ഉണ്ടല്ലോ, ഉപജീവനത്തിന് വേണ്ടി ഒരാൾ കപ്പലിന്റെ കച്ചവടം നടത്തുന്നുണ്ട്. ആ കപ്പലിക്കാരനെ അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടാല് ആ ഈ റോഡിന്റെ സൈഡിൽ വേസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഈ താങ്ങായിട്ട് കപ്പലിക്കാരും മറ്റുള്ള കച്ചവടക്കാരൊക്കെ സൈഡിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. അവരെ വന്ന് ഒഴിവാക്കി വിട്ടിരുന്നു. ഇന്നും അങ്ങോട്ട് മാറിയില്ല, നിങ്ങളുടെ അടിച്ചു പൊളിച്ച് കളയും പറഞ്ഞ് ഒഴിവാക്കി. ഒഴിവാക്കി നിങ്ങളുടെ എല്ലാം ചോമമണ്ണില് അവിടെ ഓട്ടോറിക്ഷക്കാർക്ക് ഇരിക്കാൻ ഒരു ഷെഡ്, ഒരാൾക്ക് സർവീസ് റോഡിൽ നിന്ന് തന്നെ എത്രയോ മീറ്റർ അകലെയാണ്. ആ ഷെഡ് വരെ പിടിപ്പിച്ചു. പൊതുജനത്തിന് വെയിലത്ത് ഓട്ടോറിക്ഷക്കാർക്ക് ഇരിക്കാൻ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു. സമയം കണ്ടത് ഇതിനൊന്നും സമയമില്ല, ക്യാമറ ഒക്കെ സമയമില്ല, ഞങ്ങള് മാലിന്യ വിഷയം പറഞ്ഞാൽ അതിന് സമയമില്ല. നിങ്ങളുടെ കേസിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച വേണ്ടത്തായിരുന്നു. ഞാൻ എനിക്ക് അവിടെ സിഎമ്മിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു വ്യാഴാഴ്ച. അപ്പൊ അതിന്റെ തിരക്കാരനാണ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റായിരുന്നത്. ഞാനത് ചെക്ക് ചെയ്യിപ്പിച്ചിരുന്നു. ഞാൻ വേണം ബിൽഡിംഗ് വേസ്റ്റ് ഞാൻ ചെയ്തു തരാം, പക്ഷെ റോഡാക്കാൻ അത് ഈ സർവീസ് റോഡ് ഇതേപോലെ ബ്ലോക്ക് വരുമ്പോ ജനങ്ങൾക്ക് കടക്കാനാണ്. താങ്കൾ എന്നെ വിളിച്ചപ്പോ ഞാൻ അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് തന്നില്ലേ? നിങ്ങൾ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടാ പറ്റുള്ളൂ. അതിനാ ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളെല്ലാ രാഷ്ട്രീയക്കാരും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ നിങ്ങൾ ചെയ്താൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ച് നിങ്ങൾ നാശകൈവ ഞങ്ങൾ ഉപരോധിച്ച് നിങ്ങളെ ഞങ്ങൾ നിലയ്ക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അറിയാൻ വേണമെന്നല്ല, ഞങ്ങൾ വിട്ടില്ല ഞങ്ങള്. ആ നമുക്ക് വോട്ട് അയക്കരുത്, നമുക്ക് സൊല്യൂഷൻ പരിപാടിയില്ല. ഞാൻ ഈ പറഞ്ഞ പ്രസിഡന്റ് വളരെ മാന്യായിട്ട് പറഞ്ഞത്. ഞങ്ങളൊക്കെ 1 ലക്ഷം പേരുടെ പ്രതിനിധിയാ. വെറുതെ ആൾക്കൂട്ടായിട്ട് നിങ്ങൾ വില കുറിച്ച് കാണരുത്. നിങ്ങൾ ചപ്പടാശി പറഞ്ഞ് വിടാൻ പറ്റിയ ആൾക്കാരൊന്നല്ല ഞങ്ങൾ. ഞങ്ങൾ വിചാരിച്ച പാണഞ്ചേരി പഞ്ചായത്തിൽ 10 കിലോമീറ്ററോളം ഈ ഹൈവേ ഇപ്പൊ കടന്നുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച ഈ സാധനമൊക്കെ സ്തംഭിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. വെള്ളം റോട്ടിയുടെ ഒഴുകണേ ആ സർവീസ് റോട്ടിയുടെ ഒഴുകിയിട്ട് അംഗൻവാടിയിൽ വന്ന് കേറുക. അംഗൻവാടി ഈ ഹൈവേ പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞേക്കണ നല്ല തെളിവ് റിട്ടേൺ ബോർഡ് കെട്ടി ഇടിച്ചു പോയത് തന്നെയാണ്. കെട്ടാത്തോണ്ടാണ് എനിക്ക് പോയത്. അല്ല ചെയ്യേണ്ടത് കൺസ്ട്രക്ടറാണെങ്കിൽ ഞങ്ങൾ ടോള് തടയും. എത്രയും പെട്ടെന്ന് നടപടിയെടുത്തില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ടോൾ പിരിവ് തടയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ നേരിട്ട് വന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം എന്ന് ഡയറക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രതിനിധികൾ മടങ്ങുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജലജൻ, സുബൈദ, മെമ്പർമാരായ KP ചാക്കോച്ചൻ, രേഷ്മ, സ്വപ്ന, ജയകുമാർ, ബിജോയ്, ആരിഫ, ശൈലജ, ഷീല അലക്സ്, റെജീന ബാബു, ബീന പോൾ, ദീപു, അജിത എന്നിവർ പങ്കെടുത്തു. മാലിന്യങ്ങൾ പാണഞ്ചേരി പഞ്ചായത്തിൽ തട്ടാതിരിക്കുക. ആവശ്യം